അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ല. ഇന്ന് യൂട്യൂബിലേക്ക് വരുന്നുണ്ട് മീൻ പൊരിച്ചിട്ടാ. എണ്ണയില്ലാണ്ട് മീൻ പൊരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. യൂട്യൂബ് നിങ്ങളെല്ലാവരും കാണണം. കാണുമ്പോൾ എന്ത് ചെയ്യണം? മണിക്ക് കുത്തണം കേട്ടാ. മണിക്കൊരു കുത്തുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് പൊളിക്കാം. ഓക്കെ. ഇത് ജാഫ്രാനാണ്. ഈ ജാഫ്രാന് എങ്ങനെയാണ് വലിയ വലിയ ഷെഫുമാരെല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട്. ജാഫ്രാൻ അങ്ങോട്ടും ചൂടുള്ള ഒഴിക്കും. അതൊന്നുമല്ല വേണ്ടത്. ഇതെല്ലാം പുതിയ കണ്ടുപിടുത്തം അറിയാളാ. ഒരു ഫ്രൈ പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് നീ നല്ലോണം ഗ്ലൗസ് ഇട്ടതായിപ്പോൾ. കാരണം എന്താ അറിയുക, ഗ്ലൗസ് ഇട്ടിക്കില്ല വലിയ അലമ്പായിരിക്കും. ഞാൻ കൈ കൊണ്ട് സാധാരണ പൊടിക്കൽ. എൻ്റെ കളറിലെ കൈ പിന്നെ നല്ലതാണ്. അപ്പോൾ ഇത് നല്ലോണം കൈ കൊണ്ട് പൊടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണോ? പൊടിച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലോണം കൈ കൊണ്ട് പൊടിക്കുക. നല്ലോണം കൈ കൊണ്ട് പൊടിക്കാം. അപ്പം പൊടിക്കുന്നതിന് എന്ത് ചെയ്യുക? നമുക്ക് ചെറിയൊരു കഥ അറിയാലോ. ഞാൻ ജനിച്ചതായിട്ട് എന്തറിയാം? ജനിച്ചത് മരുതോങ്കരിയാണ്. തൊട്ടിൽപ്പാലത്തിൻ്റെ അടുത്തുള്ള മരുതോങ്കരിയാണ്. അപ്പോൾ ഞാൻ ജനിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ എന്നെ കൈക്കുഞ്ഞായിട്ട് ഞങ്ങൾ ചീത്തപ്പാടിലേക്ക് പോയി. ചീത്തപ്പാട് എന്ന് പറഞ്ഞാൽ തൊട്ടിൽപ്പാലിൻ്റെ അപ്പുറം കുണ്ടുകൊണ്ട് ഇപ്പുറം ചീത്തപ്പാട് എന്നുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അക്കര 2000 ഏക്കർ റബ്ബർ തോട്ടാണ്. അപ്പോൾ 2000 ഏക്കർ റബ്ബർ തോട്ടുണ്ട്. ഇപ്പുറത്ത് തെങ്ങും തോട്ടാണ്. അപ്പോൾ ഞങ്ങൾ 5 ഏക്കറാണ് താമസിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തേങ്ങക്കൊന്നും മുടക്കവും ഇല്ലായിരുന്നു. അന്തർക്ക പറയും, നിങ്ങൾ തേങ്ങയെല്ലാം എടുത്തോ, അതിന് പ്രശ്നമില്ല, വേറെ പിന്നെ ബുക്കൊന്നും ചെയ്യറ് എന്ന് പറയും. കുറുങ്ങോട്ടിൽ അന്തർക്കയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി താമസിച്ചത്. തളീക്കര കുറുങ്ങോട്ടിൽ അന്തർക്ക. ഈ കുറുങ്ങോട്ടിൽ അന്തർക്ക എന്ന് പറഞ്ഞാൽ ജമ്മിയാണ്. അയാൾ മരിച്ചുപോയി. അയാൾക്ക് അവർ വിശാലമായി കൊടുക്കട്ടെ പഠിച്ചേ. പിന്നെ അങ്ങനെ എന്ത് ചെയ്യാൻ വെച്ചാൽ ആടാൻ തന്നെയാണ്. നിർത്തണ്ട. ആടാന്ന് പറഞ്ഞാൽ ഒരുപാട് പണക്കാർക്ക് പിന്നെ എന്തുണ്ട്, സ്ഥലമുണ്ട്. ഏക്കറക്കണക്കിന് സ്ഥലമുള്ള ആളാണ് ആര്? പിന്നെ ഗോപീശ്വർ, സുമാരൻ ബഷീർ, പിന്നെ വലിയ പറമ്പത്തെ കുഞ്ഞിക്കണ്ടേട്ടൻ, അങ്ങനെ ഓരോരുത്തരുണ്ട്. അങ്ങനെ പിന്നെ കുറുവുള്ള സൂപ്പിയാജി, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലമുണ്ട് നാടാ. പക്ഷെ ഓരോരുത്തരിനും കുറേ ആൾക്കാർക്കൊന്നും സ്വത്തിപ്പില്ല. അതേസത്തിൽ മറ്റുള്ള ആൾക്കാർക്കെല്ലാം സ്വത്തുണ്ട്. ഗോപീശ്വരത്തും ബഷീറത്തും, ഗോപീശ്വർ മറ്റേ ബഷീർ, മറ്റേ പിന്നെ ഏത് ബഷീറിന് പിന്നെ വലിയ കുഞ്ഞായിട്ട് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. പക്ഷേ കുറേ ആളെല്ലാം സ്വത്ത് നശിച്ചു പോയി. പോട്ടെ, അതിനെപ്പറ്റി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആടെയാണ് ജനിച്ചത്, ചീത്തപ്പാടിലാണ് ജനിച്ചത്. ചീത്തപ്പാടിൽ ജനിച്ച് അവിടുന്ന് ചെറുതായിട്ട് വലുതായി. അങ്ങനെ ഇനി നമുക്ക് പിന്നെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങൾക്ക് ആടുന്നാണ് എൻ്റെ പെങ്ങളെ പ്രസവിച്ചത് ഉമ്മ. ചീത്തപ്പാട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ബളബളാ വെളുത്തിട്ടാണ്. കണ്ണ് പൂച്ചക്കണ്ണാണ്. തലയിൽ മുടി ചെമ്പരത്തി എന്ന മറ്റേ എന്ത് പൂവനും അല്ല, ഇംഗ്ലീഷുകാരെ മുടി ഉണ്ടല്ലോ. പക്ഷേങ്കിൽ എൻ്റെ ഇടയ്ക്കൊരു സംഭവം പറയുന്നുണ്ട്. ഞാളാരും വെളുത്തിട്ടല്ല, ഓള് മാത്രമേ വെളുത്തിട്ടുള്ളൂ. ഉപ്പാൻ്റെ കാലിൻ്റെ അപ്പം വിരൽ മാത്രമേ ഓക്ക് കിട്ടിയിക്ക്. പക്ഷെ അതെങ്ങനെയാണ് വെളുത്തു എന്നൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഉസ്മാനാണ് തൊട്ടിൽപ്പാലം കച്ചവടം ചെയ്തതിൻ്റെ സഫ കൂൾബാർ. അപ്പോൾ മൂപ്പറ കടയിൽ നിങ്ങൾ സാധനം എല്ലാം ആയിക്കോളി. പിന്നെ ഒരാൾ കാഞ്ഞിരോടി കച്ചവടം ചെയ്തിട്ടുണ്ട്. കാഞ്ഞിരോടി കച്ചവടം ചെയ്ത എൻ്റെ ബിസ്മില്ല സ്റ്റോർ മൊയ്തുവാണ്, മൊയ്തുക്ക. പിന്നെ ഉള്ളത് പോക്കർക്കാണ്. പോക്കർക്ക് മരിച്ചു. അപ്പോൾ അവർ വിശാലമായി കൊടുക്കട്ടെ. പിന്നെ എൻ്റെ നേരെ ജ്യേഷ്ഠൻ മജീദാണ്. മജീദ് മരിച്ചു. ഇന്നാലില്ല പിന്നെ സ്വർഗം കൊടുക്കട്ടെ, ആമീൻ. ഉപ്പയും മരിച്ചേക്ക്. ഉമ്മ ഉണ്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മക്ക് 94 വയസ്സുണ്ടെന്ന് ഒരു അഭിപ്രായം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഔദുക്കയാണ് എൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ കുയിമ്പിൽ ഒന്നും നിറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പിന്നെ ആടുന്നാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നടന്നിട്ടാണ് പോകുന്നത്. ഞാൻ ചീത്തപ്പാട് നടന്നു പോയാൽ ആ ദേവറുള്ള തണ്ടിക്കിടെ തന്നെ പറഞ്ഞൂടെ 5-7 കിലോമീറ്റർ 8 കിലോമീറ്റർ ആയിട്ട് നടന്നു പോകണം. വയറ്റിലൊന്നും ഉണ്ടാവില്ല. ചക്കക്കുരു പുഴുങ്ങി വരെ ഉണ്ടാവുക. ചക്ക പുഴുങ്ങിയത്, അല്ലെ രാത്രിയത്തെ ബാക്കിയുള്ള ചോറൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഉമ്മ ചോറ് പഴപ്പിക്കഴിഞ്ഞാൽ എന്നോട് കരഞ്ഞു പോകുന്നു. എൻ്റെ ഉമ്മ ചോറ് പഴപ്പിച്ച് അപ്പുറം കൊണ്ടുവച്ചാൽ പിന്നെ ആണുങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിറച്ചു വളമായിരുന്നു. ഇത് എന്താ പറയുക, കാരണം വെച്ചാൽ എൻ്റെ മൂത്ത കുറച്ച് കാലം കഴിഞ്ഞ ശേഷം, അന്ന് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ചോറ് കൊണ്ടാച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും എടുക്കാൻ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ചോറുണ്ടാവും. കുറച്ച് ചോറുള്ളതിൽ കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുടിക്കും. പെണ്ണുങ്ങളെല്ലാം സോറി